എന്തരപ്പി സുഖങ്ങളൊക്കെ തന്നെ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ ഡ്രീംസ് ഇൻ ലൈവിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ ഹരിയാനയിൽ നിന്നും. അപ്പോൾ ഞാൻ നോക്കിക്കോ, നമ്മളൊരു അടിപൊളി ട്രിവാൻഡ്രം സ്റ്റൈല് ചാള, അതായത് ഉണക്ക ചാളക്കറിയുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വഴി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ചട്ടിയിലോട്ട് പെറുക്കി ഇടുന്നുണ്ട് മക്കളെ. ആദ്യത്തെ നമ്മുടെ മിരിങ്ങിക്ക ഒന്ന് വെട്ടാൻ പറ്റിയില്ല, പിന്നെ നൈസായിട്ട് ഞാൻ അങ്ങ് സ്കിപ്പാക്കി. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താ കണ്ടോ പെടപെടയ്ക്കുന്ന ചാള കിടക്കുന്ന കിടപ്പ് കണ്ടോ? എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് പെടച്ചതും എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഡെട്ട ആനിവേഴ്സറി നടത്തിയത്. ഇപ്പോൾ വന്ന് ഈറ്റ് ആനിവേഴ്സറി നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന ചാളക്കുട്ടന്മാരെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി അങ്ങോട്ട് ചട്ടി മാറ്റി വെച്ച് ചട്ടിയിലോട്ട് ഈ കുട്ടന്മാരെയൊക്കെ നമുക്ക് വഴുതനങ്ങയാണ് കേട്ടോ, വഴുതനങ്ങ, വാഴയ്ക്ക, പച്ച വാഴയ്ക്ക, ഇതൊക്കെ ഇട്ട് നമ്മളെ കരുവാട് വെക്കണം മക്കളെ. എന്നാ ഒരു ടേസ്റ്റ് എന്നറിയാം. അത് മാത്രമല്ല ചക്കക്കുരു ഇല്ലേ, ചക്കക്കുരു ഒക്കെ ഇട്ട് വെക്കണം. സാധാരണ ഇപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നമ്മുടെ വഴുതനങ്ങ പച്ച വഴുതനങ്ങയാണ്. ഇതല്ല നമ്മുടെ കത്തിരിക്ക ഉണ്ടല്ലോ, അതായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. അത് അരിഞ്ഞിട്ടിട്ടുണ്ട് 2 പിന്നെ അതാ വലിയൊരു തക്കാളി, അതുപോലെ കുറച്ച് കറിവേപ്പില, നമ്മുടെ മിരിങ്ങക്കായ എല്ലാം കൂടെ ഞാൻ ഒരുപാട് അങ്ങ് മിരിങ്ങയ്ക്ക ഇട്ട് അങ്ങനെ അതിൻ്റെ ഫുള്ള് സ്കിന്നൊന്നും ഞാൻ എടുത്ത് കളയാനൊന്നും പോകത്തില്ല. അല്ലെങ്കിൽ നല്ലതല്ല, നമ്മളിങ്ങനെ എടുത്ത് കളയാൻ പാടില്ലാന്നേ. വിറ്റാമിൻസ് ഒക്കെ പിന്നെ എവിടെ നിന്ന് കിട്ടും? അപ്പോൾ നോക്കിയോ, എല്ലാം ഞാൻ നല്ലതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ പുളി ഇങ്ങനെ വീഴ്ത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങളങ്ങ് മാറ്റിക്കോ. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാനുള്ള സമയമായി കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ച വാഴയ്ക്ക ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതും ഇതേ സെയിം മെത്തേഡിൽ തന്നെ ചേർക്കാം. ഏത് മീൻ വേണോ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഇതിലോട്ട് തേങ്ങ അരപ്പിനായിട്ട് ഞാൻ അര മുറിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഒന്നും ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടോ. പിന്നെ പച്ചമുളക് ഇടാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ചട്ടിയിലോട്ടാണ് ഇട്ടേക്കുന്നത്, ജാറിലോട്ടല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. താ നോക്കിക്കോ, ഒരുപാട് അങ്ങ് അരങ്ങി പോരുക. ജസ്റ്റ് ഒന്ന് അരച്ചു കൊണ്ടുവരാം. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരുക. ഈ ഒരു പാകമായിരിക്കണം. നല്ല പസ്മ പോലെ എങ്ങാനും പൊടിച്ചരച്ച് കൊണ്ടുവന്നാൽ പിന്നെ ഒരു വകയ്ക്ക് കൊള്ളില്ല എൻ്റെ പൊന്നു മക്കളെ. അപ്പോൾ നോക്കിയോ, അതിലോട്ട് ഞാൻ ജാറ് കഴുകിയ വെള്ളം മുഖ്യം ബിക്കിലേ എന്ന് പറയുന്ന കേട്ടില്ലേ, അതും കൂടെ ഇട്ട് അല്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ചാളക്കുട്ടന്മാരെ ഞാൻ കുറച്ച് നേരം മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവന്മാർ ഒന്നും കൂടെ ഒന്ന് വെള്ളം കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൂടെ ഉപ്പും കൂടെ ഇട്ട് കൈ തന്നെ മുഖ്യം ബിക്കിലേ നല്ലപോലെ എല്ലാം കൂടെ മിക്സിക്കോ. മിക്സ് നേരെ എടുത്ത് അടുപ്പിലോട്ട് കയറ്റിക്കോ മച്ചാ. കയറ്റിയിട്ടുണ്ടല്ലോ. ഇനി ഇവൻ തിളയ്ക്കുന്നവരെ നമുക്ക് ഇവൻ്റെ ഭംഗി കണ്ടങ്ങ് ആസ്വദിച്ചിരുന്ന സമയം പോകും. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്തോട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കിക്കോ, ഇതെല്ലാം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അത് മാത്രമല്ല, നമ്മുടെ ചാളയെ നല്ലപോലെ ക്ലീൻ ആക്കി കിട്ടണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പെട്ടെന്ന് ഇതിൻ്റെ ഉപ്പ് മാറി കിട്ടും. അത് മാത്രമല്ല നമുക്ക് സേഫായിട്ട് തിന്നാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ സൈഡിലോട്ടും, എല്ലാം എത്തുന്ന രീതിയിൽ. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ നിങ്ങൾ നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. ഇത് നമ്മുടെ വഴുതനങ്ങയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന സാധനം. പിന്നെ മിരിങ്ങയ്ക്കൊക്കെ ഇട്ടാൽ പിന്നെ പറയാനുണ്ടോ, വേറെ ലെവൽ. അപ്പം ഞാൻ നോക്കിക്കോ, നമ്മുടെ മീനെല്ലാം ഞാൻ നല്ലപോലെ ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് കഴുകി നമുക്ക് ഇവന്മാരെല്ലാം അത്തപ്പൂക്കള മത്സരത്തിന് വേണ്ടിയിട്ട് നീക്കാം. നോക്കിക്കോ, ഓരോന്നോരോന്നോരോ ഞാനിപ്പോൾ ഒരു 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലെ ചാളയുടെ എണ്ണവും തൊണ്ടുപോയി നിങ്ങളുടെ കയ്യിൽ ചാളയുടെ എണ്ണവും അതുകൂടാതെ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണവും അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഞാനിപ്പോൾ ഹരിയാനയിലായതുകൊണ്ട് ഇതിപ്പോൾ അല്പം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരല്പം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഈ ചേവ, നമ്മൾ ഏറ്റവും നല്ല ചേവ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് ചാളക്കരുവാട്. ചാള ഉണക്കമീൻ എന്നൊക്കെ പറഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ വെട്ടി നോക്കി ഇടണം. ആ കഷ്ണങ്ങളിലെല്ലാം നമ്മുടെ ഈ ചാളയുടെ ടേസ്റ്റ് വരും. അതൊന്ന് കഴിക്കാൻ എന്നാ ഒരു രുചിയാന്നേ. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് മിക്സിക്കോ, നല്ലപോലെ മിക്സിക്കോ. മിക്സ് നല്ലപോലെ നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അടച്ചു വെച്ചു 2 മിനിറ്റ് ക്ലോസ്, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാം, നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് നിങ്ങളൊരു 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തോണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഡബിൾ ആയിട്ട് മാറും. അപ്പം നോക്കി, ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തെറ്റിപ്പോയി മക്കളെ, ഞാനൊരു 15 മിനിറ്റ് വെച്ചു പോയി. ചെറുതായിട്ടൊന്നും വറ്റിയോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ മനഃപൂർവ്വം വറ്റിച്ചതാണ്. കാരണം എനിക്കിവിടെ കപ്പയോ മീനോ ഒരു കുന്തവും ഇല്ലല്ലോ. എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് ഇത്രയും പറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സൂപ്പർ അല്ലേ, തള്ളേ പൊളപ്പൻ സാധനം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.